പൈലറ്റ് ഗൈഡ് 2025 പുതിയ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പൈലറ്റ് ആകാൻ വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, അതിൻ്റെ മെഡിക്കല്, കൂടാതെ അതിൻ്റെ ചെലവുകളെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്കൊപ്പമുള്ളത് പൈലറ്റ് ട്രെയിനിങ് അക്കാഡമിയുടെ CEO ആയിരിക്കുന്ന ക്യാപ്റ്റൻ ആനന്ദ് കീർത്തി സാറാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പൈലറ്റ് ട്രെയിനിങ് പറയുമ്പോൾ അതിനെ പറയേണ്ടത് ക്വാളിഫിക്കേഷനെ പറ്റി തന്നെയാണ്. എന്തുണ്ടെങ്കിലും നമുക്കൊരു പൈലറ്റ് ആകാൻ പറ്റും, അതാണല്ലോ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. ബട്ട് സ്റ്റിൽ കുറേയധികം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 360 ദിവസത്തെ കാലയളവ് കൊണ്ട് കുറേയധികം കാര്യങ്ങൾ മാറിയിട്ടുണ്ട് താനും. അത് നമുക്ക് ഇതിനകത്ത് പരിശോധിക്കാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രധാനമായിട്ടുള്ളത് പ്ലസ് ടുവിൽ ഫിസിക്സും മാത്സും ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ചില പരസ്യങ്ങൾ ഞാൻ കാണാറുണ്ട് 10th ക്വാളിഫിക്കേഷൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ 10th ക്വാളിഫിക്കേഷനുള്ള പിള്ളേർക്ക് ഇവർ അഡ്മിഷൻ കൊടുക്കുന്നു, ഈ സ്ഥാപനങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നു. എന്നിട്ട് അവർ ക്ലാസ് കൊടുക്കുന്നതിനോടൊപ്പം NIOS വഴി 12th അവർ പഠിപ്പിച്ച് എടുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം NIOS വഴി നമുക്ക് ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ കമേഴ്സ് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് മാത്സും ഉണ്ടാവില്ല, സ്വാഭാവികം. അപ്പോൾ അവർക്ക് ആ 2 സബ്ജക്റ്റ് ആഡ് ചെയ്യാൻ NIOS ഇനഫ്. കാരണം അവർക്ക് 12th നോർമൽ 12th അവർക്ക് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഇത് 2 മാത്രമേ ആഡ് ചെയ്യാം. പക്ഷേ ഫുള്ള് എൻ്റെ സിലബസ് 12th NIOS എടുക്കുന്നതിനോട് ഞാൻ അധികം യോജിക്കുന്നില്ല. ഒബ്വിയസ്ലി ഡ്യൂ ടു ക്വാളിറ്റി റീസൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഞാൻ അതിനെ അടച്ചാക്ഷേപിക്കുന്നതൊന്നുമല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അതിൻ്റെതായ ഒരു സ്കൂളിൽ പോയി ഒരു കുട്ടി 2 വർഷം പഠിക്കുന്നില്ല, ആ ഒരു ക്വാളിറ്റി കിട്ടുമോ എനിക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ 12th കഴിഞ്ഞിട്ട് കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ആസ് ഗുഡ് ആസ് ഇറ്റ് ഈസ്. ഒരു സംശയം കൂടി സർ, 10th ക്ലാസ്സിനോടൊപ്പം തന്നെ അവർക്ക് ഇതിന്റെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ചെയ്യരുത്. 10th ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന, എനിക്ക് തന്നെ ഒരുപാട് കോളുകൾ നമ്മുടെ പാരൻസിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഒരുപാട് കോളുകളൊക്കെ വരാറുണ്ട്. 10th ക്ലാസ് പഠിക്കുകയാണ്, 8th ക്ലാസ് പഠിക്കുകയാണ്, ആ കുട്ടിക്ക് ഇതിനോടൊപ്പം പൈലറ്റ് ട്രെയിനിങ്ങിലെ കാര്യങ്ങൾ പഠിച്ചാൽ എന്നുള്ള രീതിയിൽ. കാരണം കുട്ടിക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇത് കൂടെ ചെയ്തു പോകുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ച് കഴിഞ്ഞാൽ പൈലറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോളജി ആണെന്നുണ്ടെങ്കിലും, എയർ റെഗുലേഷൻ ആണെന്നുണ്ടെങ്കിലും, നാവിഗേഷൻ ആണെങ്കിലും, ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ, ഇതൊന്നും തന്നെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സബ്ജക്ട്സുമായിട്ട് വലിയ ബന്ധമുള്ള സബ്ജക്ട്സ് അല്ല. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് എൻട്രൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് 2 എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് എൻട്രൻസ് ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത്. നമ്മൾ ഈ പ്ലസ് 2 പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ്. പ്ലസ് 2 ഫിസിക്സ് തന്നെയാണ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ്, പ്ലസ് 2 മാത്സ് തന്നെയാണ് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ്, പ്ലസ് 2 ബയോളജി സോളജി ഒക്കെ തന്നെയാണ് നമ്മൾ MBBSന്റെ ബേസിക്സ് ആയിട്ട് പഠിച്ചിട്ട് തുടങ്ങി പോകുന്നത്. പക്ഷേ ഫ്ലൈയിങ്ങിൻ്റെ കാര്യത്തിൽ ഈ സബ്ജക്ട്സുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അബിനിഷ്യോ സ്റ്റുഡൻ്റ് ആയിട്ട് നമ്മൾ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചെടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും 10th ക്ലാസ് വേറെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് വീഡിയോസൊക്കെ കാണാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ തിയറി പാട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈയിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ചിലവാക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ പ്രധാനമായും പ്ലസ് 2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ്. അതിനകത്ത് കമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഉള്ളവരാണെങ്കിൽ NIOS വഴി ഈ പറഞ്ഞ ഫിസിക്സ് മാത്സ് എഴുതിയെടുക്കാം എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലീഷ് ആസ് എ മീഡിയം. അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്ലസ് 2 എത്ര മാർക്ക് വേണം പൈലറ്റ് ആവാനുള്ള എൻട്രൻസ് എഴുതാൻ വേണ്ടി? പ്ലസ് 2 എത്ര മാർക്ക് പെർസെൻറ്റേജ് ആണ് വേണ്ടത് എന്ന് ഒരുപാട് പാരൻസ് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർക്കുക, പൈലറ്റ് ആകാനായിട്ട് ഒരു തരത്തിലുള്ള എൻട്രൻസ് ടെസ്റ്റുകളും ഇല്ല. ഓക്കെ, ഐ റിപ്പീറ്റ്, ചില ഫ്ലൈയിങ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ അവർ ഭയങ്കര ക്വാളിറ്റിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എൻട്രൻസ് ടെസ്റ്റുകളൊക്കെ അവർ അവരുടെ നിലയിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആ എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, 100 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 പേർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതിനകത്ത് ഡ്രോപ്പ് ഔട്ട് ആകുന്നവർ വേറെ അഡ്മിഷൻ കിട്ടിയവരോ അല്ലെങ്കിൽ അവരായിട്ട് വേണ്ടെന്ന് വെക്കുന്നവർ മാത്രമേ ഡ്രോപ്പ് ഔട്ട് ആവുള്ളൂ. അല്ലാതെ അക്കാഡമിയിൽ നിന്ന് ആരും ഡ്രോപ്പ് ഔട്ട് ആക്കാറില്ല. കാരണം കിട്ടുന്ന കുട്ടികളൊക്കെ അവർ അഡ്മിഷൻ കൊടുക്കാനേ നോക്കാറുള്ളൂ. അപ്പോൾ ഒരു ഫേക്ക് എൻട്രൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എൻട്രൻസ് ഇല്ല. പിന്നെ എത്ര മാർക്ക് വേണം ചോദിക്കുമ്പോഴേക്കും പ്ലസ് 2 ഫിസിക്സും മാത്സും എടുത്ത് പഠിച്ച് പാസ്സായിരിക്കണം. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അടുത്തൊരു ഈ പ്ലസ് 2 ബേസിക് ആയിട്ട് വരുന്ന അടുത്തൊരു കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിരുന്നാൽ ഇത്ര പെർസെൻറ്റേജ് വേണം എന്ന് നിർബന്ധമില്ല. അത് പക്ഷേ കുട്ടികൾ ഈ ഭാഗം കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. പരമാവധി എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്.
അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കി ആളുകളെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയേണ്ട ഒരു ആവശ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് 5 വേക്കൻസി ഉണ്ട്, 500 പൈലറ്റുമാരുണ്ടെന്ന് വിചാരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 5 ഏറ്റവും മിടുക്കരായ 5 പേരാണ് നമുക്ക് ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് ഓരോരോ ഇതായിട്ട് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ വരാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് അടുത്തൊരു 10-15 വർഷത്തെ എൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചെന്ന് പറഞ്ഞാൽ പൈലറ്റുകളുടെ ഷോർട്ടേജ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത. ഇപ്പോഴത്തെ മിക്കവാറും എയർലൈൻസിന് ഈ പറഞ്ഞ ഷോർട്ടേജ് ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു ഷോർട്ടേജ് കാരണം പല എയർലൈൻസുകളും അവരുടെ റൂട്ട് കുറയ്ക്കാനും അല്ലെങ്കിൽ സർവീസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രശ്നം വരില്ല. ബട്ട് സ്റ്റിൽ നാളെ പൈലറ്റുകളുടെ എണ്ണം കൂടുതലും വേക്കൻസികളുടെ എണ്ണം കുറയും വരുന്നൊരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ ഇതൊക്കെ ഒരു ഘടകമായേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രമാത്രം മാർക്ക് എടുക്കാൻ പറ്റും, എത്രമാത്രം വെല്ലായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ +2 എല്ലാത്തിനും A+ മേടിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഓക്കെ, സ്കോളർഷിപ്പ്. ഓക്കെ, +2 കാര്യം പറഞ്ഞത് മാത്രമല്ല, പൊതുവെ ഞാൻ ഈ സ്കോളർഷിപ്പ് എന്നുള്ള ഒരു ടൈമിൽ ഞാൻ കയറി പിടിക്കാമെന്ന് വിചാരിക്കാം. ഈ പൈലറ്റ് ട്രെയിനിങ്ങിന് ഇന്ന് ഒരു തരത്തിലുള്ള സ്കോളർഷിപ്പുകളും നിലവിലില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അതായത് കാസ്റ്റ് ബേസ്ഡായിട്ടോ റിലീജിയൻ ബേസ്ഡായിട്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ബേസ്ഡായിട്ടുള്ള അല്ലെങ്കിൽ മാർക്ക് ബേസ്ഡായിട്ടോ ഒരു തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇന്നില്ല എന്ന് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്, പൈലറ്റ് ട്രെയിനിങ് വിത്ത് സ്കോളർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ജസ്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഇത് മാത്രമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു സ്കോളർഷിപ്പും അങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഫീസ് ഫ്രീ ആക്കി കൊടുക്കുക, അല്ലാതെ ഡിസ്കൗണ്ട് കൊടുക്കുക, ഇങ്ങനെയുള്ളതാണ് സ്കോളർഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒന്നും തന്നെ നിലവിലില്ല. ആകെപ്പാടെ ഉള്ളത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ ഫീസ് ഒരു ഫോർ എക്സാമ്പിൾ തിയറി ക്ലാസ്സിന് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് അവരങ്ങ് നിശ്ചയിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവർ പറയുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ ആക്ച്വൽ ഫീസ് 2 ലക്ഷം രൂപ ആയിരിക്കും, 3 ലക്ഷം രൂപ. അതിനകത്ത് അവർ പറയുകയാണ് +2 ഇത്ര മാർക്കുണ്ടെങ്കിൽ 50% നമ്മൾ സ്കോളർഷിപ്പ് തരും എന്ന് പറയും. നമ്മുടെ ഈ ഓണം സെയിൽ, ആഡി സെയിൽ എന്നൊക്കെ പറയുന്നത് വില ശേലം കൂട്ടിയിട്ടിട്ട് കുറയ്ക്കുന്ന ഒരു പേരാണ്. ഇത്തരത്തിലുള്ള ഗിമ്മിക്കായിട്ടുള്ള ഫേക്ക് സ്കോളർഷിപ്പുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, പരസ്യങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. പിന്നെ വേറെ തരം സ്കോളർഷിപ്പ് ഉള്ളത് ഗ്രൗണ്ട് ക്ലാസ് ഈസ് ഫ്രീ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തിയറി ക്ലാസ് ഈസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം സ്കോളർഷിപ്പ്. നിങ്ങൾക്ക് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ക്ലാസ് ഫ്രീ ആണ്, ജസ്റ്റ് ഒരു 1000 രൂപ അടച്ച് അല്ലെങ്കിൽ 5000 രൂപ അടച്ച് എൻട്രൻസ് ചെയ്താൽ മതി, സെലക്ട് ആവുന്നവർക്ക് എന്ന് പറയും. അപ്പോഴേക്കും 1000 രൂപ അടച്ച സ്കോളർഷിപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് അപ്ലൈ ചെയ്യും. അതൊരു 1000 പേര് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ 10 ലക്ഷം രൂപയായി. ഓക്കെ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് പോട്ടെ, അത് രണ്ടാമത്തേത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ക്ലാസ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഏതെങ്കിലും വിദേശ ഫ്ലൈയിങ് ക്ലബ്ബായിട്ട് ടൈപ്പ് ഉണ്ടാവാം. ടൈപ്പ് ഇൻ ദ സെൻസ് എന്താ, ഈ പറഞ്ഞ കമ്മീഷൻ വാങ്ങിയിട്ട് കുട്ടികളെ അയക്കുന്ന ഒരു പരിപാടി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഫ്ലൈയിങ് ക്ലബിൻ്റെ ഫീസ് 40 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇവർ വഴി പോകുന്ന കുട്ടികൾക്ക് ആ ഫീസ് എന്ന് പറഞ്ഞാൽ 45 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, ഇവരിവിടെ ഗ്രൗണ്ട് ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നെന്ന് പറയുകയാണ്. എന്നിട്ട് കുട്ടി അയക്കുമ്പോഴേക്കും അവിടെ നിന്ന് 5 ലക്ഷം രൂപ അവർക്ക് കിട്ടും. അപ്പോൾ അത് ഫ്രീ ആണോ? അല്ല, അതൊരു സ്കോളർഷിപ്പ് ആണോ? അല്ല, അതൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത്തരം മാർക്കറ്റിങ്ങുകൾ പൈലറ്റ് ട്രെയിനിങ് എന്നല്ല, എല്ലാത്തരം എഡ്യൂക്കേഷൻ്റെ പല തുറകളിൽ സംഭവിക്കുന്നുണ്ട്. പിന്നെ മറ്റ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ടെക്സ്റ്റൈൽ ഉൾപ്പെടെയുള്ള പല വ്യാപാര സ്ഥാപനങ്ങൾ നമുക്കിത് കാണാൻ പറ്റും. സോ അതപ്പോൾ പൈലറ്റ് 18-ലും അങ്ങനെ ഇല്ല, നമുക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ സ്കോളർഷിപ്പ് പ്രോഗ്രാംസും ഇല്ല. ഗവൺമെന്റ് തരുന്ന സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുട്ടികളെ അറിയിക്കും. ട്രിവാൻഡ്രം ബ്രാഞ്ചിലോ ചെന്നൈ ബ്രാഞ്ചിലോ അത്തരം ഒന്നും എൻ്റെ ഇതിൽ പെട്ടിട്ടില്ല. പക്ഷേ ഡൽഹിയിലൊക്കെ വരുന്ന കുട്ടികളുടെ ചിലരെങ്കിലും പറയുന്നുണ്ട്, ഈ ആസാം അല്ലെങ്കിൽ മണിപ്പൂർ അങ്ങോട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുള്ള കുട്ടികളിൽ പെട്ട ST കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് ഗവൺമെൻറ് ഫണ്ടഡായിട്ട് തന്നെ ഫുൾ സ്കോളർഷിപ്പിൽ കൊടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അവർക്കൊക്കെ ഉണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അത്തരം പ്രോഗ്രാമുകൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത്തരം മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കുട്ടികളെ മിസ്ഗൈഡ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവരെ ആഗ്രഹം കൊടുത്ത് നമ്മൾ കൊണ്ടുവന്ന് ഗ്രൗണ്ട് ക്ലാസ് കഴിയുമ്പോഴേക്കും ഇനി അടുത്ത ഇത്രയും ലക്ഷം രൂപ ചിലവ് വരുമെന്ന് പറയുമ്പോൾ അവർ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി പാരൻസിന് ആവശ്യമില്ലാത്ത സ്ട്രെസ് കൊടുത്ത് അതിലൊന്നും ഞാൻ അത് വിശ്വസിക്കാത്ത ഒരാളായിട്ട് അത് ഞാൻ ഇതാക്കുന്നില്ല. ഓക്കെ, അടുത്ത നമുക്ക് അതിൻ്റെ മെഡിക്കലുകളെ. ഓക്കെ, ഇനി ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അടുത്തൊരു ഭാഗമാണ് പോലീസ് ക്ലിയറൻസ്. അതായത് നമുക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടണം. എവിടെ നിന്ന് കിട്ടണം? നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച്. പോലീസ് സ്റ്റേഷൻ വരുന്നത് സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ അണ്ടറിലാണെങ്കിൽ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ കയ്യിൽ നിന്നും, അല്ല കമ്മീഷണർ ഓഫ് പോലീസിൻ്റെ അണ്ടറിലാണ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ വരുന്നതെങ്കിൽ
പോലീസ് കമ്മീഷണറുടെ കയ്യിൽ നിന്നുള്ള ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ലീഗൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് മെഡിക്കൽ റിക്വയർമെന്റ്. മെഡിക്കൽ റിക്വയർമെന്റിൽ വരുന്നത് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ഈ ആർമിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെയിൽവേക്കോ ഉള്ളതുപോലെ അത്രയും ടഫായിട്ടുള്ള മെഡിക്കൽ നമുക്കില്ല. നമ്മുടെ മെഡിക്കൽ പറയുന്നത് ദൈനംദിന കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു നോർമൽ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ മെഡിക്കലിൻ്റെ ഒരു ബേസിക്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഴയൊരു വീഡിയോയിൽ ജനറൽ ഡോക്ടറായിട്ട് നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു. പറ്റില്ലെങ്കിൽ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഡോക്ടറോട് ഞാൻ സംസാരിച്ചത് ഒരു പുതിയൊരു വീഡിയോ കൂടെ കുറച്ച് വ്യത്യാസങ്ങൾ മെഡിക്കലിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ നമുക്ക് അതായിട്ട് ഇറക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മെഡിക്കലിൽ വരുന്നത് 7 കാര്യങ്ങളാണ്. ഒന്ന് വിഷൻ ടെസ്റ്റ്, ഒന്ന് ഓഡിയോമെട്രി, ECG, അൾട്രാസൗണ്ട്, എക്സ്റേ, അടുത്ത ബ്ലഡ് റൊട്ടീൻ ചെക്കപ്പ്, യൂറിൻ റൊട്ടീൻ ചെക്കപ്പ്. ഇത്രയും കാര്യങ്ങൾ വരുന്നത് ക്ലാസ് 1 മെഡിക്കലിനാണ്. ക്ലാസ് 2 അല്ല. ക്ലാസ് 2 നമ്മൾ ആദ്യം എടുക്കുന്നത് ബേസിക് ആയിട്ടുള്ള ചെറിയ മെഡിക്കലാണ്. പക്ഷേ ക്ലാസ് 2 പാസ്സായവർ ക്ലാസ് 1 ഫെയിലായ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് 1 ബേസ്ഡ് ടെസ്റ്റുകളാണ് നമ്മൾ ആദ്യമേ ചെയ്യിപ്പിക്കുക നമ്മുടെ കുട്ടികളെ. അത് കഴിഞ്ഞിട്ടാണ് അവരെ ക്ലാസ്സിൽ വരാൻ പറയുന്നത്. അപ്പോൾ ക്ലാസ് 1 വരുന്നതാണ് ഇത്രയും ടെസ്റ്റുകൾ എന്നുള്ള പറയാം. വിഷൻ ടെസ്റ്റ്, ഓഡിയോമെട്രി, ECG, അൾട്രാസൗണ്ട്, എക്സ്റേ, ബ്ലഡ് റൊട്ടീൻ ചെക്കപ്പ്, യൂറിൻ റൊട്ടീൻ ചെക്കപ്പ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത് വിഷൻ തന്നെയാണ്. ഒരുപാട് കുട്ടികൾക്ക് പ്രശ്നം വരുന്നത് അതിൽ തന്നെയാണ്. കളർ ബ്ലൈൻഡ്നെസ് നിർബന്ധമായി ഉണ്ടാവാൻ പാടില്ല. ഡിഫക്റ്റീവ് കളർ വിഷൻ ഉണ്ടാവരുത്, നിർബന്ധമാണ്. രണ്ടാമത് വരുന്നത് കണ്ണിലെ കാഴ്ചശക്തി. അതിനകത്ത് പവർ നമ്മൾ പറയുന്നത് അത് കണ്ണട വച്ചോ വയ്ക്കാതെയോ, വിത്ത് ഓർ വിത്തൗട്ട് സ്പെക്സ് ഓർ വിത്തൗട്ട് കോണ്ടാക്ട് ലെൻസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഒരു കണ്ണിന് 6/6 വിഷൻ ഉണ്ടാവണം. അടുത്ത കണ്ണിന് ഒരു അല്പം കുറവ് 6/9 വരെ ആയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്, വിത്തൗട്ട് സ്പെക്സ്. അപ്പോൾ വിഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഉണ്ടായേ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊന്നും അത്രയും ഭയങ്കര ടഫ് അല്ലെങ്കിൽ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ എല്ലാം അണ്ടർ കൺട്രോൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി മെഡിക്കലി നാളെ അൺഫിറ്റ് ആയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന പേരൻസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ പേരൻസിന് ഡയബറ്റിക്കോ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ BP അങ്ങനത്തെ ഹിസ്റ്ററി ഉള്ള പേരൻസ് ഉണ്ടാവാം. അവരുടെ കുട്ടികൾക്ക് അത് വരാമെന്നുള്ളൊരു സംശയം അവർക്കുണ്ടാവാം. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ അതൊക്കെ ഒരു 10-40 വയസ്സായതിനു ശേഷമുള്ള കാര്യങ്ങളാണ്. അതും അവരൊരു പ്രോപ്പർ ഹെൽത്തി പൈലറ്റുമാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വലിയ പ്രശ്നം വരാൻ കഴിയില്ല. അതുമാത്രമല്ല, നമ്മൾ മെഡിസിൻസ് എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കണ്ടിന്യൂസ് മെഡിസിൻ ഉപയോഗിക്കുന്ന പൈലറ്റുമാരുമുണ്ട്. അത് ഏവിയേഷൻ അപ്രൂവ്ഡ് മെഡിസിൻസ് ആയിരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമുക്ക് ജനറൽ ഡോക്ടർ ആ ഒരു വീഡിയോത്തിൽ നമുക്ക് പറയാമെന്ന് വിചാരിക്കും. ഓക്കെ, അതിൻ്റെ ചെലവുകളെ കുറിച്ച്. ഓക്കെ, പൈലറ്റ് ട്രെയിനിങ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് അറിയുന്നതിൽ ഏറ്റവും ചിലവ് കൂടിയ കോഴ്സുകളിൽ ഒന്നാണ് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ ആസ് ഓഫ് ടുഡേ, കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് 60 lakhs അടുപ്പിച്ചൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അല്ല, ഇന്നത്തെ ഒരു കണക്ക് പറയുമ്പോൾ 75 to 80 lakhs. ഓക്കെ, ഇപ്പോഴത്തെ ആക്ച്വൽ ചിലവ് ഞാൻ പറയാം. അത് എന്നാലും ഞാൻ പറയുന്നത് ഒരു 80 ലക്ഷം രൂപ വരെ ചിലവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രം ഇറങ്ങേണ്ട ഒരു പ്രോഗ്രാമാണ് പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് എങ്ങനെയെന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പൈലറ്റ് ട്രെയിനിങ് ബേസിക്കലി ഗ്രൗണ്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പ്ലസ് മറ്റു കാര്യങ്ങളും പൈലറ്റുമാരുടെ എല്ലാ A to Z കാര്യങ്ങളും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യം ബേസിക് മുതൽ തന്നെ പോവാം. ഇപ്പോൾ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ പൈലറ്റ് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാം, പൈലറ്റ് ട്രെയിനിങ് തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലാസ് ആണ്. ഗ്രൗണ്ട് ക്ലാസ്സിന് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയോളം മൊത്തത്തിലുള്ള ചിലവ് പ്രതീക്ഷിക്കുക. ഫീസ് വരും, അതിന് പുറമെ മെഡിക്കൽ എക്സ്പെൻസ് വരും, അതിന് പുറമെ ഹോസ്റ്റൽ, ഫുഡ്, അക്കോമഡേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. പ്ലസ് ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന DGCക്ക് അടയ്ക്കുന്ന DGC എന്നുള്ള ബോഡിയാണ് നമ്മുടെ പൈലറ്റ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അപ്പോൾ അവിടത്തേക്ക് അടയ്ക്കുന്ന എക്സാം ഫീസ് ഒരു പേപ്പറിന് 2500 മുതൽ 5000 രൂപ വരെ. അതായത് നോർമൽ അറ്റംപ്റ്റ് ആണെങ്കിൽ 2500 രൂപ. അതിൻ്റെ എക്സാം നടക്കുന്നത് ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഒക്ടോബർ. ഇത് പുറമെയുള്ള മാസങ്ങളിൽ വരുന്നതാണ് ഓൺ ഡിമാൻഡ് അറ്റംപ്റ്റ് എന്ന് പറയും. അതിന് ഒരു പേപ്പറിന് 5000 രൂപ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ എക്സാം ഫീസ് വരുന്നുണ്ട്. പിന്നെ മറ്റ് നിങ്ങളുടെ പേഴ്സണൽ ചിലവ് എല്ലാം കൂടെ ഒരു 5 ലക്ഷം രൂപയോളം ചിലവ് വരും എന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്ത ഭാഗമാണ് ഫ്ലൈയിങ് വരുന്നത്. ഫ്ലൈയിങ്ങിന് ഇപ്പോഴത്തെ ഒരു ഫീസ്, ഇന്ത്യയിൽ കാണുന്ന ഒരു ഫീസ് നിലവാരം എന്ന് പറയുന്നത് 43 ലക്ഷം രൂപ മുതൽ ഏതാണ്ട് 60 ലക്ഷം രൂപ വരെയാണ്. 60 എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടുതലാണ് എന്ന് എനിക്കറിയാം, പക്ഷെ അത്രത്തോളം നമുക്ക് പോകണ്ട. എന്നാൽ 45 മുതൽ 55 ലക്ഷം രൂപ വരെ ഫീസ് നമ്മൾ മനസ്സിൽ കാണാം.
പിന്നെ സ്വാഭാവികമായിട്ടും ഈ പൈലറ്റോടെ വേക്കൻസി കൂടുന്നുണ്ട്, സാലറി കൂടുന്നുണ്ട്, മറ്റേ ഇതെല്ലാം കൂടുന്നതനുസരിച്ച് എക്സ്പെൻസ് പൈലറ്റ് ട്രെയിനിങ്ങിനുള്ള എക്സ്പെൻസും കൂടി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ശകലം ഒന്ന് ഒരു 10% എന്ന് കയറ്റി പറയുന്നത്. 60 ലക്ഷം രൂപ വരെ ആവാം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതും ഇൻക്ലൂഡിങ് അവിടുത്തെ ഒരു സ്റ്റേയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫ്ലൈയിങ്ങിന് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 5 ലക്ഷം പ്ലസ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു 55 ലക്ഷം, 55 5 60 ലക്ഷം രൂപ അങ്ങനെ ആയിരിക്കാം. ഇതിന് പുറമെ ഇത്രയും കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? CPL അഥവാ പൈലറ്റ് ലൈസൻസ് കിട്ടുക. ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഒരു എയർലൈൻസിൽ ജോയിൻ ചെയ്യണം. എയർലൈൻസിൽ ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ ട്രെയിനിങ് സമയത്ത് ഉപയോഗിച്ചത് ചെറിയ 4 സീറ്റ് 6 സീറ്റ് 2 സീറ്റൊക്കെ വരുന്ന വിമാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കൊരു വലിയ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ സിമുലേറ്റർ ഫ്ലൈ ചെയ്തിട്ടാണ്. ഒരു എയർക്രാഫ്റ്റിന് ഒരു 500 കോടി വില വരുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമുലേറ്ററിന് 200 കോടിയോളം വില വരും. അപ്പോൾ അതിലാണ് നമ്മൾ അതിൻ്റെ ഒരു 1.5 മാസം വരെ വരുന്ന ട്രെയിനിങ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് എയർക്രാഫ്റ്റിൽ റേറ്റിംഗ് എടുക്കുക എന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ ആ ടൈപ്പ് റേറ്റിംഗ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 12 മുതൽ 15 ലക്ഷം രൂപ വരെ ചിലവ് വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ 60 ലക്ഷം പ്ലസ് ഒരു 15 കൂടെ കൂട്ടുക, എത്രയായി? 75 ലക്ഷം രൂപയോളം മൊത്തം ചിലവ് വരും. ഇനി എയർലൈൻസിൽ പോകാൻ സമയത്ത് ചില എയർലൈൻസ് എങ്കിലും അവരുടെ എയർലൈൻ ട്രെയിനിങ് ഫീ എന്നോ പ്രിപ്പറേഷൻ ഫീ എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു 4-5 ലക്ഷം രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ബട്ട് ചിലവിടെങ്കിലും ഉണ്ട്. അപ്പോൾ അതൊരു 5 ലക്ഷം രൂപ വീണ്ടും എക്സ്ട്രാ കണക്കാക്കുക. അപ്പോഴേക്ക് 80 ലക്ഷം രൂപ ഇതാണ് വരാവുന്ന ഒരു പരമാവധി ചിലവ് എന്ന് പറയുന്നത്. ചിലർ 1.5 കോടി ആവില്ല, 2 കോടി ആവില്ല എന്ന് ചോദിക്കും. അതൊന്നും ആവില്ല. ഇനി ഇത് നോർമൽ അല്ലെങ്കിൽ കൺവെൻഷണൽ പാത്ത് എന്നാണ് പറയുക. അപ്പോൾ നോർമലി പൈലറ്റ് ട്രെയിനിങ് ചെയ്യുന്ന രീതി. ഇനി ഇതിന് പുറമെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, കാഡറ്റ് പ്രോഗ്രാം എന്ന് പറയും. അതായത് ഗ്രൗണ്ട് ക്ലാസ് ഒക്കെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, ഒന്നും വ്യത്യാസമൊന്നുമില്ല. നമുക്കിവിടെ നമ്മുടെ ട്രിവാൻഡ്രം പൈലറ്റ് കാര്യം പറഞ്ഞാൽ തന്നെ ഒരു വർഷം ഒരു 100-120 കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിനകത്തും ഒരു 10-15-20 കുട്ടികളെങ്കിലും കാഡറ്റ് പ്രോഗ്രാമിന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാഡറ്റ് പ്രോഗ്രാമിന് പോകുമ്പോഴും തിയറി കഴിഞ്ഞിട്ട് ഒരു കാഡറ്റ് പ്രോഗ്രാമിന് പോകണം. കാഡറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എയർലൈൻസുകാർ കണ്ടക്ട് ചെയ്യുന്ന പൈലറ്റ് ട്രെയിനിങ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കാഡറ്റ് പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലവെന്ന് പറഞ്ഞത് 1 കോടി മുതൽ 1.5 കോടി വരെയൊക്കെ ആവുന്നതാണ്. ഇപ്പോൾ ഇൻഡിഗോ എയർലൈൻസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻസ് ആണ് ഇൻഡിഗോ എയർലൈൻസ്. അവരുടെ കാഡറ്റ് പ്രോഗ്രാമിന് 88 lakhs മുതൽ മുകളിലോട്ടാണ് ചിലവെന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവാരം. അപ്പോഴേക്കും അതൊരു 1.5 കോടി വരെ ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ കാഡറ്റ് പ്രോഗ്രാമിന് പോകണം എന്ന് ഞാൻ ഒരിക്കലും കുട്ടികളോട് പറയുന്നില്ല. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വാക്കൻസി തീരെ ഇല്ലായിരുന്നു. പൈലറ്റായിട്ട് ഞാൻ ട്രിവാൻഡ്രം ബ്രാഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2019-20 ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നോക്കി കഴിഞ്ഞാൽ വാക്കൻസികൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നത്, എൻ്റെ പിള്ളേരോട് ഞാൻ പറയുന്നത് തന്നെ, കഴിയുമെങ്കിൽ നിങ്ങൾ കാഡറ്റ് പ്രോഗ്രാമിന് പോവുക, അല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം എന്ന് പറയുകയാണ്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അല്ലാത്ത വാക്കൻസി ഇഷ്ടംപോലെ ഉണ്ട്. എയർലൈൻ വേക്കൻസി മാത്രമല്ല, ഇൻസ്പെക്ടർ വേക്കൻസി മാത്രമല്ല, ഈ ചാർട്ടേഡ് വേക്കൻസി മാത്രമല്ല, എവിടെ നോക്കിയാലും വേക്കൻസികൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കാഡറ്റ് പ്രോഗ്രാം തന്നെ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബീയിങ് ഈസ് ടു മച്ച് എക്സ്പെൻസീവ് ദാൻ കൺവെൻഷണൽ പ്രോഗ്രാം. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസ് നിങ്ങൾ മൊത്തത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഏതാണ്ട് ഒരു 65 മുതൽ 80 ലക്ഷം രൂപ വരെ നമുക്ക് എക്സ്പെൻസ് പ്രതീക്ഷിക്കാം ഇൻ ടോട്ടൽ. ഓക്കെ, എയർലൈൻസിൽ കയറുകയാണെങ്കിൽ. ഇനി എയർലൈൻസ് അല്ല നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചാർട്ടേഡ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ആവാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു 50 ലക്ഷം രൂപയോളം ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 50-55 ലക്ഷം രൂപയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ എയർലൈൻസിൽ കയറാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ കയറി ഒരു 2 വർഷം വർക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും വരും. അവിടെ നിന്നുള്ള സാലറി നമുക്ക് കൂട്ടി വെച്ചിട്ട് ആ സാലറി നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള എയർലൈൻസിൽ കയറുന്നത് കുറേ കൂടെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് നമുക്ക് കയറാനും പറ്റും. എന്നാലും ഈ ഇൻഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 6 മാസം പ്രോസസ്സാണ്. അതെടുക്കുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എയർലൈൻസിൽ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് പ്രയോറിറ്റി കുറച്ച് കൂടുതലുണ്ട്, ബീയിങ് ആൻ എക്സ്പീരിയൻസ്ഡ് പൈലറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റും അടുത്ത ജോലി കയറുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, അതുപോലെ സാറ് പറഞ്ഞു ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത്. ഡയറക്റ്റ് ഒരു കുട്ടി ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ തന്നെ ഒരു ഫ്ലൈയിങ് സ്കൂളിൽ നേരിട്ട് ജോയിൻ ചെയ്യുമ്പോഴുള്ള ഗുണവും ഒരു ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഗുണവും. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു ഗ്രൗണ്ട് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പറയുന്നത് ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയാൽ മതി എന്നായിരിക്കാം. കാരണം എൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് അതിലാണല്ലോ. പക്ഷേ അതല്ല. അപ്പോൾ അതിന് എന്താണ് എൻ്റെ റിയാലിറ്റി എന്നുള്ളത് ഞാനൊന്ന് പറയാം. ഇപ്പോൾ കുട്ടികൾ ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അറ്റൻഡ് ചെയ്യുന്നവർ തന്നെ പൈലറ്റ് അറ്റൻഡ് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർക്ക് നമ്പർ ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും വേറെ. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറി ആണല്ലോ. ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളെ സ്കൂളിലൊന്നും പഠിച്ച് ശീലിച്ചിട്ടുള്ള കാര്യമല്ല പൈലറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്ലൈയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ടും
അതിനെപ്പറ്റിയുള്ള അറിവ് കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴും യൂട്യൂബും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ കാലം സമ്പാദിക്കുന്നതിന് ബുദ്ധിമുട്ടല്ല. എന്നാലും ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരുടെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റിനെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു AMയുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗ്രൗണ്ട് ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്, ഒരു പ്രോപ്പർ ക്ലാസ് വഴിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ 8 മാസം സമയമാണ് നമുക്ക് പൈലറ്റ് ട്രെയിനിങ്ങിൻ്റെ തിയറി ക്ലാസ് എടുക്കുന്ന സമയം 8 മാസമാണ്. ഓക്കെ, നമുക്ക് 4 മെയിൻ സബ്ജക്ട്സ് ആണുള്ളത്, മെട്രോളജി, നാവിഗേഷൻ, ടെക്നിക്കൽ, എയർ റെഗുലേഷൻ. അപ്പോൾ ഇതിനകത്ത് 8 മാസം ഉണ്ടെങ്കിൽ ഇതൊരു പ്രോപ്പറായിട്ട് ചെയ്തു തീർക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ടോട്ടൽ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പാരൻസ് അക്കാഡമി ഒന്ന് വിസിറ്റ് ചെയ്യുക, ഞാൻ പറ്റി ഡീറ്റെയിൽ സംസാരിക്കുന്നതായിരിക്കും. ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിനൊക്കെ പരിമിതിയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ A to Z കാര്യങ്ങൾ വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ്, റിയൽ ലൈഫ് സ്കെയിൽ മോഡൽസ്, ഒറിജിനൽ എയർക്രാഫ്റ്റ് സ്പെയർസ്, ഇതെല്ലാം വെച്ചാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. ആ ഒരു എക്സ്പീരിയൻസ് ബുക്ക് മാത്രം വായിച്ച് പഠിച്ച് എക്സാം എഴുതാം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. ഇനി അങ്ങനെ പഠിച്ച് നമ്മൾ എക്സാം എഴുതി പാസ്സായി വിചാരിക്കുക, സ്വന്തമായിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് പഠിച്ച് എക്സാം പാസ്സായി വിചാരിക്കുക, ത്രൂ ഹൂക്കർക്ക് നമ്മൾ ജയിച്ചു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഫ്ലൈങ്ങിന് പോകുമ്പോഴും ആ ഒരു ഡെഫിഷ്യൻസി നമ്മുടെ ഫ്ലൈയിങ് പെർഫോമൻസിൽ കാണാൻ പറ്റും. ഓക്കെ, കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി അതിനെ റിയൽ ലൈഫിൽ കണ്ട് പരിചയിച്ച് സിമ്മ് ഫ്ലൈ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു കുട്ടിക്ക് ഫ്ലൈയിങ് ചെയ്യുന്ന സമയത്ത് അത് വളരെ ഈസിയായിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും. ഈസി മാത്രമല്ല, അവർക്ക് അതിനെ അറിയാമായിരിക്കും എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. പകരം നേരിട്ട് പോയി ഒരു ഫ്ലൈയിങ് ക്ലബ് അഡ്മിഷൻ എടുക്കുന്നു, അങ്ങനെ ചെയ്യാം. കാരണം ഫ്ലൈയിങ് ക്ലബ്ബുകാരും പുതിയതായിട്ട് വരുന്ന കുട്ടികൾ അഡ്മിഷൻ നിൽക്കില്ല, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്നു, അവർ ഫ്ലൈയിങ് കൊടുക്കുന്നു, ഒരു 10-15 മണിക്കൂർ വരെ ഫ്ലൈയിങ് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ പറയും പേപ്പർ കംപ്ലീറ്റ് ആണോ, അല്ല ഇവരുടെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫ്ലൈയിങ്ങിനെ പതുക്കെ ലാഗ് ആക്കാൻ തുടങ്ങും. കുറച്ച് ദിവസമൊക്കെ കുട്ടികളെ നിന്ന് നോക്കും, 2-3 മണിക്കൂറോടെയൊക്കെ എക്സ്ട്രാ കിട്ടുമായിരിക്കും. അത് കഴിയുമ്പോൾ ആ കുട്ടീനെ ആയിരിക്കും ഓക്കെ ഇനി അങ്ങോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലൈയിങ് തിയറി അറിയാമെങ്കിലേ പറ്റുള്ളൂ. അവർ സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കും, സ്വന്തമായിട്ട് കുറച്ച് ദിവസം പഠിക്കുന്നു, അതിനകത്ത് ഒരു 1-2 തവണ എക്സാം അറ്റൻഡ് ചെയ്ത് കിട്ടുന്നില്ല, അപ്പോഴേക്കും പിന്നെ ഒരു സ്കൂളിൽ പോകുന്നു, പിന്നെ പഠിച്ച് എക്സാം എഴുതുന്നു, പേപ്പറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകുന്നു. 200 അവേഴ്സിൽ തീർക്കേണ്ട ഫ്ലൈയിങ് എന്ന് പറയുന്നത് ഈ ചെക്സും എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ഫ്ലൈയിങ് അവേഴ്സും കൂടെ ആകുമ്പോഴേക്കും 205 210 ഒക്കെ ആവാം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞപ്പോൾ നിസ്സാരമായിട്ട് പറഞ്ഞു 10 മണിക്കൂർ എക്സ്ട്രാ ഫ്ലൈ ആണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് അധികം നമ്മൾ എക്സ്ട്രാ കൊടുക്കുക വേണം. ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം അവർക്ക് തിയറി ക്ലാസ്, ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എല്ലാ എക്സാംസും ക്ലിയർ ചെയ്തിട്ട് പോകാമായിരുന്നു. പിന്നെ ഈ എക്സ്ട്രാ ആയിട്ട് വരുന്ന 1 വർഷം അത് ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നല്ലത് തിയറി എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് പോകുന്നത് തന്നെയാണ്. അതും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് സ്കൂൾ വഴി ചെയ്യുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഗ്രൗണ്ട് സ്കൂളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂൾ ടീച്ചർമാരെ പഠിപ്പിച്ച് അവരെ പഠിപ്പിക്കുന്നത്, പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോസിനെ 8 ക്ലാസ്സിൽ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതായിട്ടുള്ളത്, ഇങ്ങനെ ഒരുപാട് തട്ടിക്കൂട്ട് വീഡിയോ മീൻസ് ക്ലാസ്സുകളൊക്കെ ഞാനും അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമ്മളിവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പറയുന്നുണ്ട് അവർ ആദ്യം അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞത്. വേറൊരു കാര്യം സാർ, നമ്മളിപ്പോ ഒരു ഗ്രൗണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഫീസിലെ ഉറപ്പായിട്ടും വ്യത്യാസം വരും. അതായത് ഇപ്പൊ ഫ്ലൈയിങ് സ്കൂളുകൾ അവരുടെ ഫീസ് പാക്കേജ് പറഞ്ഞു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞു 45 lakhs ഫീസ് പറയുന്നത് വിചാരിക്കാം. അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര ദിവസത്തെ ഗ്രൗണ്ട് ക്ലാസ് ഉണ്ട്, അത് മെൻഷൻ ചെയ്തിരിക്കും. അതിന്റെ ഫീസ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കും, ഒരു 2.5 lakhs 3.5 lakhs സംതിങ് ഉണ്ടായിരിക്കും. അപ്പൊ എക്സാം ക്ലിയർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു കോസ്റ്റിംഗ് ഒഴിവാകും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ചോദ്യം ചോദിക്കും, ഈ പറഞ്ഞ ഫ്ലൈയിങ് ക്ലബ്ബിൽ തന്നെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പോലെ ഒരു ഫ്ലൈയിങ് ക്ലബ്ബിൽ എനിക്കറിയുന്ന ഒരു ഫ്ലൈയിങ് ഇന്ത്യക്കകത്തെന്നല്ല പുറത്തുനിന്നല്ല എവിടെയാണെങ്കിലും ഒരു ഫ്ലൈയിങ് ക്ലബ്ബിലും ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ഗ്രൗണ്ട് ക്ലാസ് ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടുണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഫ്ലൈയിങ്ങിന് പോകുമ്പോൾ ഒരു ബാച്ച് കുട്ടികൾ ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക, എല്ലാവരും ഒരേ സമയത്ത് അവർക്ക് ഫ്ലൈയിങ് കൊണ്ടുപോകാൻ പറ്റില്ല. 30 സ്റ്റുഡൻസിൻ്റെ ബാച്ചാണെന്ന് വിചാരിക്കുക ഫ്ലൈയിങ് ക്ലബ്ബിൽ. ആ 30 പേർക്ക് ഒരുമിച്ച് ഫ്ലൈയിങ് കൊടുക്കുക സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ല. അത് 4-5 കുട്ടികൾ ഫ്ലൈയിങ് കൊടുക്കുന്നു. ആ ബാക്കിയുള്ള പിള്ളേർക്ക് ആ സമയത്ത് ആരെങ്കിലും ഒരു ഗ്രൗണ്ട് ക്ലാസ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുന്നു. അത് ഇവർ പോകുമ്പോൾ വേറെ പിള്ളേർ വരുന്നു, വേറെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കില്ല. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരു പ്രോപ്പർ സ്ട്രക്ചറായിട്ടുള്ള ക്ലാസ്സും ആയിരിക്കില്ല. അത് ഞാൻ അവരെ കുറ്റം പറയുന്നതൊന്നുമല്ല, അതങ്ങനെ നടക്കുള്ളൂ. ഒരു ഫ്ലൈയിങ് ക്ലബ്ബ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, അതങ്ങനെ സാധ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും ഇപ്പം നിങ്ങളൊരു 5 ഫ്ലൈയിങ് ക്ലബ്ബിൽ വിളിച്ച് ചോദിക്കുക,
ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലാസ് ആണ്. കുട്ടികൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ വിളിച്ച് ഫ്ലൈയിങ് ക്ലബ്ബിൽ ചോദിക്കും. ഫ്ലൈയിങ് പറഞ്ഞാൽ വരാൻ പറയും. അപ്പോഴേക്കും അവർ തിയറി എക്സാംസ് കംപ്ലീറ്റഡ് ആണോ, അപ്പോൾ കുട്ടി അല്ലാതെ പറയുമ്പോൾ തന്നെ അവർക്ക് ഹെഡേക്കാണ് അത്. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഗ്രൗണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. മാത്രമല്ല ഫീസിൽ ഞാൻ ഈ പറഞ്ഞ വ്യത്യാസം ഉണ്ടായിരിക്കും. സർ, പൈലറ്റ് 18 തിയറി ക്ലാസ്സുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, അപ്പോൾ പൈലറ്റ് 18 തിയറി ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 8 മാസത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞു. ഒരു വർഷം 150 കുട്ടികൾക്കാണ് നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ് ഈ 2025 നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുള്ള ഇൻഫ്ലോയൊക്കെ നമുക്കുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ല, പൈലറ്റുകളുടെ ഷോർട്ടേജ് എയർലൈൻസിനെ മാത്രമല്ല നമ്മളപ്പോൾ ഉള്ള ഗ്രൗണ്ട് സ്കൂളുകളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. ചിലരൊക്കെ നമ്മുടെ കമൻറ്റിലൊക്കെ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് ജോലിയില്ലാതെ നിൽക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നതായിട്ട് അറിയാമെങ്കിൽ അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ വാം വെൽക്കം ടു പൈലറ്റ് 18. വി റിക്വയർ അറൗണ്ട് ഒരു 12 to 15 പൈലറ്റ്സിനെ നമുക്ക് തന്നെ ആവശ്യമുണ്ട് നമ്മുടെ പല ബ്രാഞ്ചുകളിലായിട്ട്. ഓക്കെ, അല്ല ഞാൻ എൻ്റെ ഇടയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ തിയറി ക്ലാസ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. തിയറി ക്ലാസ് എനിക്ക് എൻ്റേതായ ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം ഉണ്ട്. തിയറി ക്ലാസ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ബാച്ചിൽ 25 കുട്ടികളാണ് വരിക. അതാണ് നമ്മുടെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു സാറ് ഒരു PSC ക്ലാസ് പോലെയോ അല്ലെങ്കിൽ ഒരു സദസ്സ് പോലെ ഒരു വലിയ ക്ലാസ് നിറയെ കുട്ടികളെ വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല പൈലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇതത് ഞാൻ നേരത്തെ പറഞ്ഞ സ്കെയിലുകളാണെന്നുണ്ടെങ്കിലും മോഡൽസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ റിയൽ സ്പെയറുകളാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 100 കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരാളുടെ കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് കണ്ടു തരാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇവരെല്ലാം കണ്ട് നമ്മുടെ ഇൻസ്ട്രക്ടറിനെ തിരിച്ചെത്തുമ്പോൾ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. മണിക്കൂർ 5000 രൂപ വെച്ച് വാങ്ങിക്കുന്ന ഇൻസ്ട്രക്ടർ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ ക്ലാസ് കഴിയും. അപ്പോൾ അത് പ്രായോഗികമായിട്ട് നടക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയും 25 കുട്ടികളുടെ ഒരു ബാച്ചാണ് നമുക്കുണ്ടാവുക. അതിനകത്ത് ഡെയിലി ടോപ്പിക് വൈസ് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. ആ ടോപ്പിക് വൈസ് ആയിട്ട് ഡെയിലി എക്സാംസ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു പാസ് ഓർ മണി ബാക്ക് ഗ്യാരണ്ടി എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ എക്സാംസ് പാസ്സാവുന്ന 90% ഇതുള്ള അറ്റൻഡൻസ് ഉള്ള ഒരു കുട്ടി റിയൽ എക്സാമിന് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് എന്നാണ് നമ്മുടെ മണി ബാക്ക് ഗ്യാരണ്ടി പറയുന്നത്. അതൊരു ഫേക്ക് പ്രോമിസോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടൊന്നുമല്ല, നമ്മുടെ റിയലി ഉള്ള ഒരു ഇത് തന്നെയാണ്. സിൻസ് ഇൻസെപ്ഷൻ നമ്മൾ തുടങ്ങുന്നത് 2013 ലാസ്റ്റ് 14 ആ സമയത്താണ് തുടങ്ങുന്നത്. അതുമുതൽ ഇന്ന് വരെയും അത് നമ്മൾ ഉള്ള ഒരു സംഗതി തന്നെയാണ്. പിന്നെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ പൈലറ്റുമാരോ അല്ലെങ്കിൽ AMEസോ ആയിട്ടുള്ളവരായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. AMEs മീൻസ് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ്. അവർക്കാണ് നാവിഗേഷൻ്റെ കുറച്ചധികം കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ടെക്നിക്കലിൻ്റെ കുറേയധികം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ പൈലറ്റുമാരെക്കാളും കൂടുതൽ അറിയുന്നത്. കാരണം അവരത് റിപ്പയർ ചെയ്യുകയും അതിനെടുത്ത് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ടാണ്. പിന്നെ മെട്രോളജി അല്ലെങ്കിൽ റെഗുലേഷൻസ് ഇതുപോലത്തെ കാര്യങ്ങൾ പൈലറ്റുമാർക്കാണ് കുറച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ RT ആണെന്നുണ്ടെങ്കിൽ പൈലറ്റുമാർക്കാണ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് നമുക്കിനി അടുത്ത ബാച്ച് വരുന്നത് April 21, 2025 ഒരു ബാച്ച്, അത് കഴിഞ്ഞിട്ട് ജൂണിലൊരു ബാച്ച്, അത് ജൂലൈയിലൊരു ബാച്ച്, പിന്നെ സെപ്റ്റംബറിലൊരു ബാച്ച്, ഡിസംബറിലൊരു ബാച്ച്. ഇങ്ങനെയാണ് ഞാനിപ്പോൾ ബാച്ചുകൾ തുടങ്ങാനായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. മേ ബി അതിനകത്ത് ചെറിയ ഈ ഡേറ്റുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നുള്ളതാണ്. പിന്നെ പൈലറ്റ് 18 കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ഓരോ സബ്ജക്റ്റായിട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. എല്ലാം കൂടെ പഠിപ്പിച്ചിട്ട് അവസാനം കൂടെ എക്സാം എഴുതുക, നിങ്ങൾ ജയിച്ചാലില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങളത് കഴിഞ്ഞ് പൊക്കോ എന്നുള്ളൊരു സമീപനം അല്ല എൻ്റെത്. ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, അത് ക്ലിയർ ആവുന്നു, അടുത്ത സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, അത് ക്ലിയർ ആവുന്നു, ഇങ്ങനെ അവർ കഴിഞ്ഞിറങ്ങും എക്സാം പാസ്സാവുക. അതായത് ഈ നമ്മുടെ 8 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും കുട്ടികൾ എക്സാം പാസ്സായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അവരുടെ പേര് വയ്ക്കാനും ഫോട്ടോ വയ്ക്കാനും പറ്റുള്ളൂ. ഒരുപാട് അക്കാഡമികൾ അവരുടെ ഇൻറ്റേർണൽ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെയൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് പരസ്യം ചെയ്യാൻ നമ്മുടെ റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഇൻഫ്രാ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ചില ഗ്രൗണ്ട് സ്കൂളുകൾ പൈലറ്റ് 18 ഒരു ഏവിയേഷൻ പ്രോഡക്ട്സിൻ്റെ മാനുഫാക്ചറും സപ്ലയറും ഒക്കെ ആയതുകൊണ്ട് തന്നെ പലയിടത്തും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഫ്ലൈയിങ് ക്ലബ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോയി കാണേണ്ട ഒരു അവസരം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴേക്കും ഒരു ഹൈഫൈ സെറ്റപ്പിലായിരിക്കും അവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്ലൈ സ്കൂളിൽ പോയി നോക്കുക, ഒരു ആസ്ബറ്റോസ് അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് കൊണ്ടുള്ള ഒരു തകര ഷെഡാണ് ഈ പറഞ്ഞ എയർപോർട്ടിനകത്തുള്ള ഒരു ഹാങ്ങർ എന്ന് പറയുന്നത്. അതിനകത്താണ് ഈ കോടികൾ വില വരുന്ന എയർക്രാഫ്റ്റുകൾ കൊണ്ട് അടുക്കി ഇടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ഹൈഫൈ, ഒരു പോഷ്, ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പിലുള്ള ഒരു ഇൻഫ്ര നമുക്ക് കാണാൻ കഴിയില്ല.
കാരണം അവിടെ അതിനകത്തൊരു മാർക്കറ്റിങ്ങിന് ഒരു സ്പേസ് ഇല്ല. നമുക്കവിടെ സ്പേസ് ഉള്ളത് സേഫ്റ്റിക്കും കംഫർട്ടിനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ സേഫ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിനകത്ത് സ്പേസും സ്കോപ്പും ഉള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് ഒരു ക്ലാസ് നടക്കേണ്ടത്. ഒരു എയർപോർട്ടിന് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഹാങ്ങറിന് പൈലറ്റ് സമീപിക്കുന്നത് എങ്ങനെയായിരിക്കണം, അങ്ങനെ ആയിരിക്കണം ഒരു അക്കാഡമി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പാരൻസിനെ ഒന്ന് മയക്കാനായിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്ന കുട്ടികളൊന്ന് മയക്കി അവരെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻഫ്രാക്കൊക്കെ അതിനകത്ത് സ്ഥാനമുണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ് അതിനകത്ത് വിശ്വസിക്കുന്നത്. ചില സ്ഥലത്ത് നോക്കുമ്പോഴേക്കും നമ്മൾ ചില സിമുലേറ്ററൊക്കെ കാണാൻ പറ്റും. ഈ നമ്മൾ ലെവൽ ഡി സിം പോലെയൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ കാണിച്ചിങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഒരു കുട്ടി പഠിക്കുമ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കുട്ടി ഫ്ലൈയിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ആ സിമുലേറ്ററിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻസ്ട്രുമെൻസും എങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കുക, ഫ്ലൈറ്റ് കൺട്രോൾസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കുക. ഓക്കെ, ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാനായിട്ട് ഈ ഇത്രയും ഒരു പോഷ് ബോയിങ്ങിൻ്റെയോ എയർബസിൻ്റെയോ ഒക്കെ മോഡലിലുള്ള ഒരു കോക്പിറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിമ്മിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്കൊരു സെസ്ന ബേസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പർ ആർച്ചർ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ടെക്നാം ബേസ്ഡ് സിമ്മാണ് നമുക്ക് ആവശ്യം. അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ പറ്റി ഞാൻ പറഞ്ഞ ഇതാണ്. നമുക്ക് പ്രോപ്പറായിട്ട് സ്ട്രക്ചറായിട്ട് ക്ലാസ് ഉണ്ട് പൈലറ്റേറ്റിന്. പിന്നെ നമുക്കൊരു മണി ബാക്ക് ഗ്യാരൻറ്റി ഉണ്ട്. അത് മണി ബാക്ക് ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമല്ല ഞാൻ. കാരണം അതിനകത്ത് ഞാൻ കാണുന്ന ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ വരുന്നുണ്ട്, അവരെ കൊണ്ട് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. താല്പര്യം കൊണ്ട് വരുന്നതായിരിക്കാം, മേ ബി പാരൻസിൻ്റെ താല്പര്യം കൊണ്ട് വരുന്നതായിരിക്കാം. അപ്പോൾ വന്നിട്ട് അവർക്ക് അതൊന്നും ആവാൻ പറ്റിയില്ല എങ്കിൽ അവർ ആ കാശ് വെറുതെ പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മണി ബാക്ക് ഗ്യാരൻറ്റിയോടെ പറയുന്നത്. നമുക്ക് അങ്ങനെ വരുന്ന കുട്ടികളുടെ ഫീസ് തിരിച്ചു കൊടുത്തു പറഞ്ഞാൽ നമുക്ക് ഒരിടത്തും സംഭവിക്കാനില്ല. പക്ഷെ അവർക്ക് ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് നേട്ടം ഉണ്ടായെന്നിരിക്കും. കാരണം അവരെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് അവർ നിർത്തുകയാണ്. എന്നാൽ അവർക്ക് കൈനഷ്ടം വരാൻ പാടില്ല എന്നുള്ളതാണ് ഞാനതിനകത്ത് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകളെ പറ്റി പറയാനുള്ളത്. ബാക്കി എനിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എന്ന് തോന്നുന്നു, അല്ലേ? ഈ വീഡിയോയിൽ ഒരു പൈലറ്റ് ആകാനായിട്ട് വേണ്ടുന്ന വിദ്യാഭ്യാസം, അതിൻ്റെ മെഡിക്കൽ കാര്യങ്ങൾ, ചെലവുകൾ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചെലവുകൾക്കായുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്താം, കൂടാതെ ഒരു പൈലറ്റിന് കിട്ടാവുന്ന സാലറി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ബന്ധുക്കളിലേക്കും അറിയിക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. നമസ്കാരം.